റൗള ഷരീഫിന്റെ അടുത്ത് പോയാൽ അയാൾ കൂടുതൽ സമയം റൗളന്റെ അടുത്ത് നിൽക്കുന്നതാണോ നല്ലത്, അല്ല വേഗത്തിൽ പോയി വരുന്നതാണോ നല്ലത്? എന്താ നല്ലത്? എന്താ നല്ലത് എന്ന് ഒറ്റയടിക്ക് യെസ് ഓർ നോ ഉത്തരം പറയാൻ പറ്റൂല അതിന്. കാരണം ഒരാൾക്ക് അവിടെ കുറേ നിന്നാൽ ആദ്യം ഉണ്ടായ ടേസ്റ്റും മധുരമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് സമയം നിൽക്കുക, വേഗം തിരിച്ചു പോരുക. മദീനയിൽ കുറേ കാലം താമസിച്ചാൽ മദീനയോടുള്ള ബഹുമാനം കുറയുന്നുണ്ടെങ്കിൽ അയാൾ വേഗം അവിടുന്ന് വിടുക. അവിടെ എത്ര നിന്നാലും അയാൾക്ക് ഈമാനും മഹബത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അയാൾ കൂടുതൽ സമയം അവിടെ നിൽക്കുകയും ചെയ്യാം. മഹബത്തിന്റെ ഉത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ അനുഭവിക്കുന്ന ഉത്തരങ്ങളെ അതിൻ്റെ ഉത്തരങ്ങളാവുള്ളൂ. ഒരു റെഡിമെയ്ഡ് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങളെ കൊല്ലാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ട്, നിങ്ങൾ മദീനയിൽ നിന്ന് മെല്ലെ എസ്കേപ്പ് ആവണം, ഇവിടുന്ന് നാട് വിടണം. ഇല്ല, ഞാൻ പോവില്ല. എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ നിന്ന് ഞാൻ പോവില്ല. എന്താ കാരണം? മഹബത്തുണ്ട്. അതേ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു നിൽക്കണില്ല. എന്താ കാരണം? നബി തങ്ങളില്ലാത്ത മദീനയിൽ എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റൂല, കാരണം മഹബത്തുണ്ട്. അപ്പൊ മദീനയിൽ നിൽക്കലാണോ മഹബത്ത്, മദീനയിൽ നിന്ന് പോകാണോ മഹബത്ത്? അറിയില്ല, ഉത്തരം നമുക്ക് അറിയില്ല. എല്ലാ ഉത്തരം അറിയില്ല, നിർബന്ധമൊന്നുമില്ല. അതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, അതൊരു വിജ്ദാനാണ്, അവനവൻ അനുഭവിക്കേണ്ട ടേസ്റ്റാണ്. നബിയെ എന്ന് ഒരാൾ വിളിക്കുമ്പോൾ അയാൾക്ക് നബി തങ്ങളെ എത്ര അറിയാം, അത്രയും പൂക്കാണ് ആ നബിയെ എന്ന് വിളിക്കുമുണ്ടാവുക. ചിലർ വിളിക്കുമ്പോൾ യാ നബി നബി അത്രയുണ്ടാവും. ചില ആൾ അവർക്ക് വിളിക്കാൻ തന്നെ കഴിയൂല, അവർ കരഞ്ഞ് കുതിർന്ന് അവർ തന്നെ ഇല്ലാതായി പോകും. ചില മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിൽപ്പെട്ട മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബോധം തള്ളി ചോദിച്ചാൽ പറയും, നബിതങ്ങൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ടോ എന്ന് എനിക്കൊരു തോന്നൽ, പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, എൻ്റെ ബോധം അങ്ങ് പോയി. കണ്ടോ? അത് അവരവരനുഭവിക്കുന്ന അറിവിൻ്റെ അമലിൻ്റെ കടുപ്പത്തിനനുസരിച്ചിട്ടാണ് മഹബത്ത് ഉണ്ടാവുക. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു രാത്രിയിലുള്ള നിസ്കാരത്തിന് അഥവാ ഇശാ നിസ്കാരത്തിന് വുളു എടുത്തപ്പോൾ കാല് കഴുകുന്നത് 3 വട്ടം കഴുകണമല്ലോ, എല്ലാവരും 3 വട്ടം കഴുകണം. കാല് കഴുകുന്നത് 3ാമത്തെ വട്ടം കഴുകിയിട്ടില്ലായിരുന്നു, ആ സുന്നത്ത് എടുത്തിട്ടില്ല. അന്ന് രാത്രി അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, ഫുളൈലെ നിങ്ങളൊക്കെ ഇങ്ങനെ സുന്നത്ത് ഒഴിവാക്കുന്ന ആളായോ? ഞെട്ടി ഉണർന്നു. ആ ഒറ്റ സുന്നത്തിന് പ്രായശ്ചിത്തമായി 500 റക്അത്ത് സുന്നത്ത് സ്കരിച്ചത്. അതെ, അവരും തങ്ങളും അത്രയും അടുപ്പാണ്. നമ്മൾ വുളുവിന്റെ ഇല്ലാണ്ട് ഇശാ സ്കരിച്ചെന്ന് വിചാരിച്ചോ? ആര് വരാന്? ആരപ്പം പറഞ്ഞത്? നമുക്കെന്ത്, നമുക്ക് റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ തീർന്നില്ല ഈ കണ്ടന്റ്.